എത്രത്തോളം അത് ഉണ്ട് എന്നും ഇല്ല എന്നും ഒക്കെ പറയണമെങ്കിൽ അത് 4-ാം തീയതി ആവും. ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പദവിയും കിട്ടിയിട്ടില്ലെങ്കിലും ആരെയെങ്കിലും പെട്ടുപിടിച്ച് അങ്ങനെ ഒരു പദവി ഉണ്ടാക്കാൻ തന്നെ പോലെയുള്ളവരൊന്നും ശ്രമിക്കരുത്. ഏറ്റവും മോശം കാര്യങ്ങൾ വരുമ്പോഴും അതിനും തുടക്കം കുറിക്കുന്നത് കോഴിക്കോടാണ്. CPM പോലെയൊക്കെ ചവിട്ടി താഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പൊന്തി വരാത്ത രീതിയിൽ ചവിട്ടി താഴ്ത്തലുകളൊന്നും കോൺഗ്രസിനകത്ത് നടക്കില്ല. രാഷ്ട്രീയ പാർട്ടിക്കാരന് മരണം വരെയാണ്, മരിക്കുന്ന അവസാനത്തെ ശ്വാസം വരെ രാഷ്ട്രീയക്കാരാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരടി എല്ലാവരുടേക്കാളും മുന്നിലാണ്. കനകോലുവിനൊന്നും കൊണ്ടുവരേണ്ടായിരുന്നു. PV അൻവറിനെയാണ് ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായിട്ട് കൊണ്ടുവരേണ്ടത് എന്ന് ഈ അടുത്ത ദിവസം ബേപ്പൂരിൽ പറഞ്ഞത്. നമസ്കാരം. DCC മുൻ ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം. എനിക്ക് തോന്നുന്നു ഒരുപാട് കാലമായി രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുണ്ട്. പക്ഷേ ഈ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് വേണ്ടി നാവായിട്ടുള്ള ഒരാളാണ് നിജേഷ് അരവിന്ദ്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണെങ്കിലും കോൺഗ്രസ് ഹാൻഡിലുകളാണെങ്കിലും ഒപ്പം തന്നെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾക്കാണെങ്കിലും ഒക്കെ തന്നെ അതിനനുസരിച്ചുള്ള ഒരു വാല്യൂ കൽപ്പിക്കുന്ന വാദമുഖങ്ങൾ കൊണ്ട് ശ്രദ്ധേയവുമാണ്. പെട്ടെന്നുള്ള ഈ ഒരു തിരഞ്ഞെടുപ്പ് വേളയിലെ ഇത്തരത്തിലുള്ള ഒരു ചെറിയ ബ്രേക്ക് എന്ന് പറയുന്നത്, ആ ബ്രേക്ക് എല്ലാവരെ സംബന്ധിച്ചും ഒരു സങ്കടപ്പെടുത്തുന്ന സംഭവം കൂടെയാണ്. എന്താണ് അത്തരമൊരു തീരുമാനം എടുക്കാനുള്ള കാരണം? തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് ഒരിക്കലും ബ്രേക്ക് ആയിട്ടില്ല. തെരഞ്ഞെടുപ്പ് രംഗത്തിൽ അവസാന സമയം വരെ ആക്റ്റീവായിരുന്നു. അതിനുശേഷവും ബ്രേക്ക് എന്ന് പറയാനില്ല. എൻ്റെ ചില വ്യക്തിപരമായ കാര്യങ്ങൾ, സംഘടനാപരമായ കാര്യങ്ങൾ അതീവ രഹസ്യമായ ഒരു എഴുത്തിലൂടെ എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്ക് അറിയിച്ചു. ആ അറിയിച്ചതിൻ്റെ മറുപടി വാക്കാൽ അവർ വിളിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊരു ബ്രേക്ക് എടുത്തിട്ടില്ല. ഞാൻ ഇന്നും ജനകീയ സമരങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തകന് അതിൽ നിന്ന് ബ്രേക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ചില ഉത്തരവാദിത്തങ്ങൾ, ചില ഭാരവാഹിത്വങ്ങൾ ഒരുപക്ഷെ കുറച്ചു കാലത്തേക്കൊന്ന് മാറ്റി വെക്കണമെന്ന് തോന്നും. പക്ഷേ അതൊരിക്കലും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നോ സാമൂഹ്യ പ്രവർത്തനത്തിൽ നിന്നോ പൊതുപ്രവർത്തനത്തിൽ നിന്നോ ഉള്ള മാറ്റമല്ല, ബ്രേക്കല്ല. ഒപ്പം തന്നെ നമ്മൾ അധ്യാപനം എന്ന് പറയുന്ന ഉപജീവനം കൂടെയായിരുന്നു. ഇതൊക്കെ ഒരാൾ മാറ്റി വെക്കണമെങ്കിൽ അയാൾ രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന ഒരു മൂല്യമുണ്ട്, അല്ലെങ്കിൽ താൻ തിരഞ്ഞെടുത്ത മേഖലയോട് കാണിക്കുന്ന ഒരു ആത്മസമർപ്പണത്തിൻ്റെ കൂടെ ഭാഗമാണ്. അത്തരം ഒരാൾക്ക് മാനസികമായി അതിൽ നിന്ന് അല്പമെങ്കിലും നിരാശപ്പെടുത്തുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് എനിക്ക് നിജേഷിൻ്റെ പോസ്റ്റ് വായിച്ച സമയത്ത് എനിക്ക് ഏറ്റവും തോന്നിയ ഒരു കാര്യം ഒരു പെട്ടി എന്ന് പറയുന്നൊരു പ്രയോഗമാണ്. അത്തരത്തിൽ രാഷ്ട്രീയം മാറരുത് എന്ന് നിർബന്ധമുള്ള കുറേ ആളുകൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. നിജേഷിനെ പോലുള്ള ആളുകളുടെ പിൻവാങ്ങലുകൾ കൊണ്ട് വിഷമിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് തോന്നുന്നത്? രണ്ട് വിഷയങ്ങളാണ്. അതിൽ ഒന്നാമത്തെ വിഷയം അധ്യാപന ജോലിയിൽ നിന്നുള്ള പിന്മാറ്റമാണ്. അത് യഥാർത്ഥത്തിൽ അത് തികച്ചും വ്യക്തിപരമായ ഒരു തീരുമാനമാണ്. കാരണം ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകന് ഒരിക്കലും നമ്മുടെ ജോലിയിൽ, സ്കൂൾ ജോലിക്കകത്ത് പൂർണ്ണ സമയം നിൽക്കാൻ സാധിക്കില്ല. ഒരു വലിയ കുറ്റബോധം, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഒരു കുറ്റബോധം വല്ലാതെ വന്ന സമയത്ത് നീണ്ട അവധിയെടുത്തു. പക്ഷെ നീണ്ട അവധി എടുക്കുന്ന സമയത്തും സാങ്കേതികമായ പല പ്രയാസങ്ങളും വന്നു. ഒരിക്കലും പോലും സ്കൂളിൽ പോയി വളരെ ആക്റ്റീവായി ജോലി ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം സമീപകാലത്ത് ഉണ്ടായി. ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് മനസ്സിലുണ്ടായി. ആ കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായി അവസാനമെടുത്ത ഒരു തീരുമാനമാണ് തൽക്കാലം ആ ജോലിയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. സംതൃപ്തിയുള്ള മറ്റൊരു മേഖലയാണ് പൊതുപ്രവർത്തന മേഖല. അത് തികച്ചും സംതൃപ്തി മാത്രമാണ്. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഉപജീവനമാണല്ലോ എന്നാണ്. ഉപജീവനവും രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് യാതൊരു തര ബന്ധവുമില്ല. എന്നാലും 20-22 വർഷത്തെ സർവീസ് ഉള്ളത് കൊണ്ട് ഉപജീവനത്തിലുള്ള ഒരു ചെറിയ സംഖ്യ കിട്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അതിൽ സംതൃപ്തനാണ്, അതുമായി മുന്നോട്ട് പോകുന്നു. രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയ രംഗം അതൊരു നീണ്ട കാല യാത്രയായിട്ടാണ് ഞാനൊക്കെ കാണുന്നത്. പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ, പഴയ കാലത്ത് ഇറങ്ങിയ ആളുകളൊക്കെ ഒരുപാട് സമർപ്പിച്ചു പോയവരാണ്. ഇന്നും ഇറങ്ങിയ ആളുകൾ സമർപ്പിച്ചിട്ടാണ് പോയത്. ശ്രീ PT തോമസ് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കടം ഏകദേശം 1 കോടി രൂപയോളമായിരുന്നു. ദീർഘകാലം MLA ആയ MP ആയ ഒരു മനുഷ്യൻ രാഷ്ട്രീയ രംഗത്തുനിന്ന് പെട്ടെന്ന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബാധ്യത വളരെ വലുതായിരുന്നു. അദ്ദേഹം MP സ്ഥാനത്ത് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത നിലപാടാണ് ശരിയെന്ന് പിന്നീട് കാലം തെളിയിച്ചു. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തെ പരിപാടിക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത്, എന്നെ നീ വിളിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് വിളിക്കണം, എന്നിട്ട് നിങ്ങളൊരു ചെറിയ വാഹനം കൊണ്ടുവന്നാൽ എനിക്ക് വരാം, ട്രെയിനിൽ എനിക്ക് സൗജന്യമാണ് എന്ന് ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഏറ്റവും വലിയ ലാളിത്യമാണ്, യാഥാർത്ഥ്യമാണ്.
അദ്ദേഹമാണ് ഈ പെട്ടി പിടിക്കുക എന്നുള്ള ഒരു പ്രയോഗം എന്നോട് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ തൊട്ട് മുമ്പ് രോഗം ഐഡൻറ്റിഫൈ ചെയ്തതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അടൂരിൽ വെച്ച് മാനവ സംസ്കൃതിയുടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ അദ്ദേഹം വന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അന്നാണ് DCC പുനഃസംഘടന നടന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ പേരായിരുന്നു ഞാൻ കോഴിക്കോട് DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പലരോടും പറഞ്ഞിരുന്നത്, പക്ഷേ അത് നടന്നില്ല. അതുകൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പദവിയും കിട്ടിയിട്ടില്ലെങ്കിലും ആരെയെങ്കിലും പെട്ടിപിടിച്ച് അങ്ങനെ ഒരു പദവി ഉണ്ടാക്കാൻ തന്നെ പോലെയുള്ളവരൊന്നും ശ്രമിക്കരുത്. തന്നിൽ നിന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്ന ചില രാഷ്ട്രീയമുണ്ട്, അതിൽ നിന്ന് ഒരിക്കലും നീ കോംപ്രമൈസ് ചെയ്യരുത്. എന്നോട് ഒറ്റയ്ക്കല്ല, ഞങ്ങളൊരു ടീം ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. അതെന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു വാക്കാണ്. ഏതായാലും ഞാനിപ്പോഴും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്. രാഷ്ട്രീയ പ്രവർത്തകർ ഉണ്ടായി വരണം. അവരൊരിക്കലും ഉണ്ടായി വരേണ്ടത് ഏതെങ്കിലും നേതാക്കന്മാരുടെ പിറകെ പോയിട്ടോ ഒന്നും അല്ല. നമ്മൾക്ക് എൻ്റെ കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾക്ക് 80കളിൽ ഉണ്ടായ ചില സംഭവ വികാസങ്ങളാണ് കേരളത്തിലെ കോൺഗ്രസിനെ വല്ലാതെ പിടിച്ചുലച്ചത്. 80കളുടെ അവസാനം അത് ഇന്നും കോഴിക്കോട് ജില്ലയിൽ ആ ഒരു ഗ്യാപ്പ് നിലനിൽക്കുന്നു. നമ്മൾ കോഴിക്കോട് കോൺഗ്രസിന് സീറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ 80കളുടെ അവസാനം കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ്സിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനത്തെ പോലും താളം തെറ്റിച്ചത്. അത് ഇപ്പോഴാണ് അതൊന്ന് ഒരു പരിധി വരെ റെക്ടിഫൈ ചെയ്ത് വരുന്നത്. ആ ഗ്യാപ്പ് ഉണ്ട്. നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളത്തിലെ കോൺഗ്രസ് ഉണ്ടായത് കോഴിക്കോടാണ്. കോൺഗ്രസ്സിൽ എന്ത് നല്ല കാര്യം വരുമ്പോഴും ആദ്യം തുടക്കം കുറിക്കുന്നത് കോഴിക്കോടാണ്. അതേപോലെ ഏറ്റവും മോശം കാര്യങ്ങൾ വരുമ്പോഴും അതിനും തുടക്കം കുറിക്കുന്നത് കോഴിക്കോടാണ് എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായി ഒരു പൊളിറ്റിക്കൽ ഒബ്സർവേഷനിൽ വളരെ കൃത്യമായിരിക്കും അത്. ഈ ആത്മാർത്ഥതയുടെ അംശമാണ് എനിക്ക് സംസാരത്തിൽ നിന്ന് സത്യത്തിൽ ബോധ്യപ്പെടുന്നത്. കാര്യം കുട്ടികളോടാണെങ്കിൽ അല്ലാത്ത കുറേ ആളുകളെയും നമുക്കറിയാം, അങ്ങനെ പേരെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികളോട് നമുക്ക് ആത്മാർത്ഥത കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു മേഖലയിൽ നിന്ന് സജീവ രാഷ്ട്രീയ പ്രവർത്തനമെന്ന്. നമ്മുടെ ചോയ്സ് എപ്പോഴെങ്കിലും തെറ്റിപ്പോയി എന്ന് തോന്നിയോ? ഒരിക്കലുമില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് എനിക്ക് വളരെ ഫിലോസഫിക്കലി ഞാൻ ചൂസ് ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിലെ ജനാധിപത്യവും അതിലെ മതേതരത്വവും അതിൻ്റെ മറ്റ് പോളിസികളുമാണ് എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചിട്ടുള്ളത്. അല്ല നാളെ ഏതെങ്കിലും സ്ഥാനം കിട്ടുമെന്നോ MLA ആവുമെന്നോ MP ആവുമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടി സ്ഥാനത്ത് വരുമെന്നോ എന്നുള്ള ചിന്തയല്ല. ഞാൻ വിശ്വസിക്കുന്നത് ഈ കോൺഗ്രസ് പൊളിറ്റിക്സ്, പ്രത്യേകിച്ചും ഈ സെക്യുലർ മിഡിൽ ലെഫ്റ്റ് സ്പേസ്, അതിന് കേരളത്തിൽ വലിയ വാല്യൂ ഉണ്ട്. ഒരു തലമുറയ്ക്കകത്തേക്ക് നമ്മൾ ആ സെക്യുലർ സ്പേസിനെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ, അവരിലേക്ക് എത്തിച്ചിട്ടില്ല എങ്കിൽ എന്നെപ്പോലെയുള്ളവൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം വേസ്റ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു തലമുറയോട് നമ്മൾക്ക് പറയാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. പിന്നെ പഴയ പോലെ പാർട്ടി പൊതുയോഗങ്ങൾ വേണമെന്നില്ല, പാർട്ടിയുടെ ക്ലാസ് വേണമെന്നില്ല. എൻ്റെ അഭിപ്രായം ഇന്ന് രാവിലെ എഴുതിയിട്ടാൽ അത് ലോകം മുഴുവൻ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നതിലെ ക്ലാരിറ്റിയാണ് അതിലെ പ്രശ്നം. അത് പറയാൻ എനിക്ക് സാധിക്കും എന്നത് എനിക്ക് ആത്മവിശ്വാസം ഉള്ളിടത്തോളം കാലം എൻ്റെ ചോയ്സ് തെറ്റിയിട്ടില്ല. ഈ ഔദ്യോഗിക ഭാരവാഹിത്വം സ്വാഭാവികമായും നിജേഷിനെ പോലുള്ള ഒരാൾ അത്തരമൊരു തീരുമാനമെടുക്കണമെങ്കിൽ മനസ്സിനെ അത്രമാത്രം വേദനിപ്പിക്കാതെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളല്ല നടക്കുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ല എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാകുമല്ലോ. നമ്മൾക്കതിനെ പല രീതിയിൽ കാണുമല്ലോ. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ 1885 മുതൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിലൊരുപാട് സ്ഥാനത്യാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെപ്പോഴും ചിലത് പാർട്ടിയെ തിരുത്താനായിരിക്കാം, ചിലത് മാറി നിൽക്കാനായിരിക്കാം, ചില പ്രതിഷേധങ്ങളായിരിക്കാം. എന്ന് വെച്ചിട്ട് ഗാന്ധിയോ സുഭാഷ് ചന്ദ്രബോസോ ഒന്നും പാർട്ടി വിട്ടുപോയിട്ടില്ല. ഗാന്ധി ഒരു ഘട്ടത്തിൽ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഗാന്ധി വീണ്ടും തിരിച്ചു വന്നതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് എത്തി. ആകെ ഒരു ടേം മാത്രം പ്രസിഡൻ്റായ ഗാന്ധിയായിരുന്നു ഈ പാർട്ടിയുടെ എല്ലാം. ഇനി നമുക്ക് തിരിച്ച് കേരളത്തിൽ നമ്മളൊക്കെ അറിയുന്നത് ഉമ്മൻചാണ്ടി സാറാണ്. ഉമ്മൻചാണ്ടി സാറിനെ പറ്റിയാണ് നമ്മൾ രാഷ്ട്രീയം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. അദ്ദേഹം KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി, പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി. അതിനുശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അദ്ദേഹം വഹിച്ച സ്ഥാനം കോട്ടയത്തെ INTUCയുടെ പ്രസിഡൻ്റായിരുന്നു. പിന്നീട് അദ്ദേഹം പാർട്ടി സ്ഥാനങ്ങളിലേക്ക് വന്നിട്ടേയില്ല. പക്ഷേ അദ്ദേഹം ഒരു 3, 3.5, 4 പതിറ്റാണ്ട് കാലം കേരളത്തിലെ കോൺഗ്രസിനെ നിയന്ത്രിച്ചത് അദ്ദേഹത്തിൻ്റെ ചിന്തകളായിരുന്നു.
അദ്ദേഹം ഒരു പാർട്ടി അവസാന കാലഘട്ടത്തിലാണ് AICCയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹം വരുന്നത്. അദ്ദേഹം കേവലം ഒരു AICC മെമ്പറൊക്കെ ആയിട്ട് മാത്രം തുടർന്ന ആളാണ്. പലപ്പോഴും പദവി വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോവർക്കേഴ്സിനോ വിഭജിച്ച് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അവസാനം സ്ഥാനമുണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് ഉമ്മൻചാണ്ടി സാർ ഇല്ലാത്ത ഒരു രാഷ്ട്രീയത്തെപ്പറ്റി നമ്മൾക്കാർക്കും ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത ഏതെങ്കിലും പാർട്ടി ഭാരവാഹിത്വം ഉണ്ടെങ്കിൽ മാത്രം സജീവമായി നിൽക്കാൻ സാധിക്കും എന്നുള്ളതല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഞാനൊക്കെ ചൂസ് ചെയ്യാൻ തന്നെ കാരണം ഇതിന് ജനാധിപത്യമുണ്ട്. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇതിനകത്ത് നിലനിൽക്കാം. CPM-ലെ പോലെയൊക്കെ ചവിട്ടി താഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പൊന്തി വരാത്ത രീതിയിൽ ചവിട്ടി താഴ്ത്തലുകളൊന്നും കോൺഗ്രസ്സിനകത്ത് നടക്കില്ല. കാരണം കോൺഗ്രസ് വിശ്വസിക്കുന്നത് അതിൻ്റെ പ്രവർത്തകരെയാണ്, അതിലെ അണികളെയാണ്, അതിലെ അനുഭാവികളെയാണ്. അവരുടെ പിന്തുണ ഉള്ളിടത്തോളം കാലം കോൺഗ്രസ്സിൽ നിലനിൽക്കുക എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. നേരെ തിരിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ അങ്ങനെയല്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കേഡർ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ അവർ താഴ്ത്താൻ തീരുമാനിച്ചാൽ അത് താഴ്ത്തൽ തന്നെയാണ്. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അന്യവൽക്കരിക്കപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു വരാനും സാധിക്കില്ല. എനിക്ക് ഈ സംസാരത്തിൽ നിന്ന് കൃത്യമായി ബോധ്യമാകുന്നൊരു കാര്യം, നമുക്ക് കോൺഗ്രസുമായി യാതൊരു തരത്തിലുള്ള വിഷയങ്ങളുമില്ല. അതേസമയം തന്നെ ജില്ലയിലെ ചില നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന ആളുകളുടെ ചില ഇടപെടലുകൾ, തീരുമാനങ്ങൾ, അവയൊക്കെ തന്നെ പ്രസ്ഥാനത്തിന് അനുകൂലമാകുന്ന തരത്തിലുള്ളതല്ല എന്നുള്ള കടുത്ത വിമർശനമുണ്ട്. സംസാരിക്കാനുള്ള ഒരുപാട് വിഷയങ്ങൾ പാർട്ടിക്കകത്തുണ്ട്. അതിനുള്ള സ്പേസ് പാർട്ടിക്കകത്ത് കിട്ടുമെന്നും അതിനകത്ത് സംസാരിക്കാമെന്നും സംസാരിച്ച് പരിഹരിക്കാൻ കഴിയുമെന്നും ആത്മവിശ്വാസമുള്ളൊരു കോൺഗ്രസ്സുകാരൻ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വ്യക്തിപരമല്ല ഒരു വിഷയവും, അത് സംഘടനാപരമായി ഈ ജില്ലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും നിജേഷിനെ പോലുള്ള ഒരാൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടാവും. നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് നിജേഷിനെ പോലുള്ള ഒരാളുടെ പെട്ടെന്നുള്ള ഇത്തരത്തിലുള്ള ഒരു ബ്രേക്ക് പോലും വലിയ വാർത്തയാകുന്ന പശ്ചാത്തലത്തിൽ ബന്ധപ്പെട്ടിട്ടുമുണ്ട്. എന്താണ് അഡ്രസ്സ് ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണോ വിചാരിക്കുന്നത്? KPC പ്രസിഡന്റ് നേരിട്ട് വിളിച്ചു, വിഷയങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞു. മറ്റ് നേതൃതലത്തിലുള്ള എല്ലാവരും തന്നെ, മുൻ KPC പ്രസിഡന്റുമാരുൾപ്പെടെയുള്ള വ്യക്തിബന്ധമുള്ള എല്ലാവരും തന്നെ വിളിച്ചിട്ടുണ്ട്. അത് സംസാരിക്കാനോ, ഞാൻ ഉയർത്തിയത് ഒരു ചില ആശയപരമായ വിഷയങ്ങളായതുകൊണ്ട് അതിനെ ആ അർത്ഥത്തിൽ പരിഹരിക്കും എന്നല്ലാതെ പ്രചരിപ്പിക്കപ്പെട്ടതുപോലെയുള്ള വിഷയങ്ങളല്ല. അത് പ്രചരിപ്പിച്ചത് വളരെ കൃത്യമായ അജണ്ടയോടുകൂടിയാണ്. കാരണം രാഷ്ട്രീയത്തിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. നമ്മളിത് അടുത്ത കാലത്ത് കേട്ടോ, ആയാറാം കയറാം എന്നതിൻ്റെ ഒരു പാർട്ടായി ഞാനും മാറുന്നു എന്ന രീതിയിലേക്ക് പ്രചരിപ്പിക്കുന്നു. ഉടനെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളെ നിരന്തരമായ ഫോൺ കോളുകൾ വരുന്നു. ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ പോലുമുള്ള മാനസികാവസ്ഥ എനിക്കുണ്ടായില്ല. അറ്റൻഡ് ചെയ്താൽ എനിക്കറിയാം ഞാൻ അയാളുമായി ചർച്ച നടത്തി എന്നൊക്കെ പറയും. ഞാൻ എന്നെ ആരൊക്കെ വിളിച്ചു എന്നുള്ളത് തൽക്കാലം ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പക്ഷേ എന്തായാലും അതൊരു അജണ്ട ആര് സെറ്റ് ചെയ്തു എന്നറിയില്ല. എന്തായാലും ആ ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു, ശ്രമമുണ്ടായി. അപ്പോൾ അതിനെ രസകരമായി ഒരു കളിയുടെ രസകരമായ ഭാഗമായിട്ട് എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കളി നീണ്ടുപോകുമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസാനിച്ചിട്ടില്ല. അവസരം കിട്ടുന്ന സമയത്ത് തിരിച്ചു കൊടുക്കാനും തിരിച്ചടിക്കാനും ഒക്കെ, അത് ഇന്റേണൽ അല്ല പറയുന്നത്, ആശയപരമാണ്. അത് സമയവും സാഹചര്യവും ഉണ്ട്. പിന്നെ രാഷ്ട്രീയത്തിൽ മരണം വരെയാണ്, മറ്റേത് ഡിപ്പാർട്ട്മെന്റുകളിലും ഒരു റിട്ടയർമെന്റ് ഉണ്ട്. രാഷ്ട്രീയ പാർട്ടിക്കാരന് മരണം വരെയാണ്, മരിക്കുന്ന അവസാനത്തെ ശ്വാസം വരെ രാഷ്ട്രീയക്കാരാണ്. അതുകൊണ്ട് വിലയിരുത്തലുകൾ അവസാനം വരെ ആയതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു 100-150 വയസ്സ് വരെയൊക്കെ ജീവിക്കണമെന്നാണ്. അപ്പോൾ അത്രയും നീണ്ടു കിടക്കുന്ന ജീവിതമായതുകൊണ്ട് ഇപ്പോൾ ഞാൻ അഭിപ്രായം പറഞ്ഞ് അവസാനിപ്പിക്കാനില്ല. ജില്ലയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഏറ്റവും വീക്കായ ഒരു രാഷ്ട്രീയ നിരീക്ഷണം കൂടെയാണ്, കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് പലപ്പോഴും LDFൻ്റെ കാൻഡിഡേറ്റ്സിനെ തോന്നിയിട്ടുള്ളത്. നല്ല വീക്കായിട്ടുള്ള ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് യുവ വിഭാഗങ്ങൾക്ക് വലിയ തരത്തിലുള്ള സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാവുകയായിരുന്നെങ്കിൽ മത്സരം ഒരു പക്ഷേ ഏറ്റവും വലിയ എഡ്ജ് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ജില്ലയിലൊന്നായിരുന്നു കോഴിക്കോട്. ഈ തെരഞ്ഞെടുപ്പിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ കൂടെ പരിഗണിക്കുന്ന സമയത്ത് അത്തരം ഒരു നീക്കവും ഇല്ലാതെ പോയി എന്നുള്ളത് എൻ്റെ വിലയിരുത്തൽ മാത്രമാവുമോ? അത് ഒരു 5 ദിവസങ്ങൾക്കപ്പുറത്ത് മറുപടി തരേണ്ട ചില ചോദ്യമാണ്. സ്ഥാനാർത്ഥി പട്ടികയ്ക്കകത്ത് ചില രാഷ്ട്രീയ പാർട്ടികൾ കാണിച്ച പ്രൊഫഷണലിസം അത് നമ്മൾ അംഗീകരിച്ചേ മതിയോ. ഞാൻ ഏത് എന്ന് പറയുന്നില്ല. അതിലൊന്ന് മുസ്ലിം ലീഗാണ്. രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അതെനിക്ക് പേര് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ആ പ്രൊഫഷണലിസത്തെ നമ്മൾ അംഗീകരിച്ചേ മതിയാകും. പ്രത്യേകിച്ചും സാദിഖ് അലി ശിഹാബ് തങ്ങൾ ലീഗിൻ്റെ നേതൃസ്ഥാനത്ത് വന്നതിന് ശേഷം അദ്ദേഹം എടുക്കുന്ന ചില നിലപാടുകൾ അത് വളരെ മാതൃകാപരമായ നിലപാടുകളാണ്. ഇന്ന് പരാജയപ്പെട്ടാൽ പോലും ഒരുപാട് കാലത്തേക്കുള്ള വിത്താണ് വിതയ്ക്കുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും. മുസ്ലിം ലീഗിൻ്റെ കാഴ്ചപ്പാടുകൾ
5 പേരാണ് യൂത്ത് ലീഗിൽ. യൂത്ത് ലീഗ് 5 പേർ എന്നുള്ളത് കേവലം ഒരു റിസർവേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടല്ല വന്നിരിക്കുന്നത്. അത് വളരെ സെലക്റ്റീവാണ്. അത് വളരെ ഇപ്പോൾ കൂത്തുപറമ്പിലെ സ്ഥാനാർത്ഥി വരുന്നു, പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി വരുന്നു. കൂത്തുപറമ്പിലെ സ്ഥാനാർത്ഥിയുടെയൊക്കെ സെലക്ഷൻ മുസ്ലിം ലീഗ് നടത്തി എന്നുള്ളതൊരു ഒരുപക്ഷെ കേരള രാഷ്ട്രീയം പഠിക്കുന്ന ആളുകൾക്ക് ഒരു അത്ഭുതകരമെന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥാനത്താണ്. അതുകൊണ്ട് പല സ്ഥാനാർത്ഥികളും നമ്മൾക്ക് പേര് കേട്ട പലരോടും മാറി നിൽക്കാൻ അദ്ദേഹം വളരെ കൂളായിട്ട് പറഞ്ഞു എന്ന് പറയും. അവർ മാറി നിന്നു എന്ന് പറയുമ്പോഴും അതൊരു വലിയ അത്ഭുതമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച കേരളത്തിൽ നമുക്ക് റിസൾട്ടിന് ശേഷവും കാണാൻ സാധിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. നേരത്തെയുള്ള പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളോ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോ മോശക്കാരായിരുന്നു എന്നുള്ളതല്ല. പക്ഷെ അവർ വളരെ ആത്മീയമായിട്ടും നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം കുറച്ചുകൂടി അപ്പുറത്ത് പൊളിറ്റിക്സ് പഠിച്ച് പ്രൊഫഷണലായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് ഇപ്പോൾ കിട്ടിയൊരു സ്വീകാര്യത, ഒരു സർക്കാരിൻ്റെ അപ്പുറത്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി മുസ്ലിം ലീഗ് കാണിച്ചു എന്നുള്ളത് പറയുമ്പോൾ അതിനെ ലീഗിന് ഇന്നലെ വരെ എഴുതി തള്ളിയ പല ആളുകളിലും സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സംഘടനപരമായ കരുത്താണ്, അതിനപ്പുറത്ത് മാനവികതയുടെ കുറേ സന്ദേശങ്ങൾ. അവരുടെ കുടിവെള്ള പദ്ധതി വന്നു, CH സെൻ്ററിലെ പരിപാടികൾ വന്നു, മറ്റേ വീടിൻ്റെ നേരത്തെ വീടുകൾ കൊടുത്ത ഒരു പദ്ധതി വന്നു. ശരിക്കും അതിൻ്റെ ഗുണഭോക്താക്കളെയൊക്കെ തിരഞ്ഞെടുക്കുന്ന അവരുടെ രീതി, പ്രോസസ്സ്, അത് നമ്മൾ അംഗീകരിച്ച് മതിയാകും. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരടി എല്ലാവരുടേക്കാൾ മുന്നിലാണ്. മറ്റ് രാഷ്ട്രീയ പദ്ധതി ഏതായാലും കോൺഗ്രസിനേക്കാൾ മോശമാണ് CPM സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്ന് എനിക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കും. ജില്ലയിൽ ഞാൻ പറഞ്ഞ ചോദ്യത്തിലേക്ക് വന്നില്ല. ജില്ലയിൽ അത്തരമൊരു സാധ്യത ഉണ്ടായിരുന്നു, വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കിയില്ല എന്നുള്ള നമ്മളെ മുന്നിലാണ് റിസൾട്ട് കിടക്കുന്നത്. എങ്കിൽ പോലും ഒറ്റ നോട്ടത്തിൽ തന്നെ അല്ലാതെ ഞാൻ പറഞ്ഞു 4-ാം തീയതിക്ക് ശേഷം നമുക്ക് പറയാവുന്ന ഇതാണ്. കാരണം ജനങ്ങൾ എങ്ങനെയാണ് ഇതിനെ എടുത്തിരിക്കുന്നത് എന്നുള്ളത് കുറച്ചുകൂടി ആധികാരികമായിട്ട്. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു ആത്മവിശ്വാസം, പ്രത്യേകിച്ചും നമ്മൾ കനഗോലു എന്ന ഒരു വ്യക്തികൾ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് കേരള രാഷ്ട്രീയം മുന്നോട്ട് പോയപ്പോൾ കേരളത്തിൽ ആ തരത്തിലുള്ള റിസർച്ചിൻ്റെയൊക്കെ പ്രൊഡക്റ്റായിട്ടാണ് സ്ഥാനാർത്ഥി നിർണയം നടന്നത് എന്നും നടക്കും എന്നും നമ്മൾ വിശ്വസിച്ചത്. അപ്പോൾ അത് എത്രത്തോളം അത് ഉണ്ട് എന്നും ഇല്ല എന്നും ഒക്കെ പറയണമെങ്കിൽ അത് 4-ാം തീയതി ആവും. ഏതായാലും കോൺഗ്രസ് അതിലൊരു വർക്ക് ചെയ്തിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എത്രത്തോളം അത് റിസൾട്ടായി എന്നറിയില്ല. പക്ഷേ ഒരു 6 മാസക്കാലമായിട്ട് ഗ്രൗണ്ട് പഠിക്കാനുള്ള ശ്രമം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു, വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്ത് എത്രമാത്രം നേട്ടം ഉണ്ടാക്കാനാകുമെന്നുള്ളതാണ്. എന്തായാലും നല്ലൊരു മെജോറിറ്റിയിൽ ഈ തവണ UDF അധികാരത്തിലേക്ക് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എത്രത്തോളം എന്ന് പറയുന്നില്ല. നമ്മൾ പഠിക്കുമ്പോൾ CPM-ന് ഏതൊക്കെ കാലത്ത് തകർച്ച ഉണ്ടായിട്ടുണ്ടോ അന്നൊക്കെ CPM-നകത്തുള്ള പ്രശ്നങ്ങളായിരുന്നു. അത് MP രാഘവൻ്റെ കാലം, KR ഗൗരിയമ്മയുടെ കാലം, ആഭ്യന്തര പ്രശ്നം. അതിനുശേഷം ഒരു ആഭ്യന്തര പ്രശ്നം, അത് ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമല്ലെങ്കിൽ പോലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ CPM-നകത്ത് വലിയ ആഭ്യന്തര കലാപമുള്ള ഒരു വർഷമാണ് ഈ വർഷം. ഇത്രയേറെ CPM-ൻ്റെ നേതാക്കന്മാർ UDF-ൻ്റെ സ്ഥാനാർത്ഥികളായി വരുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അത്രയേറെ പ്രമുഖരായ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിക്കണം കുഞ്ഞികൃഷ്ണൻ ഒറ്റയ്ക്കല്ല. അദ്ദേഹത്തിന് പയ്യന്നൂർ പോലെയുള്ള പാർട്ടി ഗ്രാമത്തിനകത്ത് ഒരു സ്ഥാനാർത്ഥി മത്സരിച്ച് ഇത്ര അദ്ദേഹത്തിന് അതിജീവിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് വളരെ കൃത്യമായ ബാക്കപ്പ് ഉണ്ട്. അത് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയാണെങ്കിലും ശരി, അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിയാണെങ്കിലും ശരി, ഷൊർണൂരിലെ ഒറ്റപ്പാലത്തെ സ്ഥാനാർത്ഥിയാണെങ്കിലും ശരി, അത് CPM-നകത്തുള്ള ഒരു വലിയ തോതിലുള്ള അന്തഛിദ്രങ്ങളാണ് ഉള്ളത്. അത് ഈ ഇലക്ഷനെ അതിനെ സ്വാധീനിക്കും. പിന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തെ സ്വാധീനിക്കും. അതിനൊക്കെ അപ്പുറത്തേക്ക് CPM-നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ നാട്ടിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഞാനൊക്കെ തന്നെ മധ്യ ഇടതുപക്ഷമാണ്. ഈ പറയുന്നതെല്ലാം ഞാൻ അംഗീകരിക്കുന്ന സമയം തന്നെ ഞാൻ മറ്റൊരു തരത്തിൽ ഇതിനെ നോക്കിക്കാണാണ്. ഇവരുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഇത്ര കാലം ഈ പറഞ്ഞ ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ കിട്ടേണ്ടുന്ന അധികാര സ്ഥാനങ്ങളിലെല്ലാം ഇരുന്ന ആളുകളാണ്. ഇതേ സമയം തന്നെ കോൺഗ്രസിനോട് അനുഭാവമുള്ള CPM-ൽ ഒരുപാട് അണികളുണ്ട്. ഇതൊക്കെയുണ്ട്.
പക്ഷേ ഇത്തരം ആളുകളുടെ പെരുമാറ്റം ഉണ്ടാക്കുന്ന ഒരു സംഗതി, അതോടൊപ്പം തന്നെ കോൺഗ്രസ് അണികളെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾ ഇത്രയും കാലം ഇതിനു വേണ്ടി നിന്ന ആളുകളാണ്, അല്ലെങ്കിൽ അർഹതപ്പെട്ടവരാണ്. അവരുടെ സ്ഥാനങ്ങളിലേക്കാണ് വെറും അധികാരം അപ്പക്കഷ്ണം എന്നുള്ള ഒരു തരത്തിൽ മാത്രം ചർച്ച ഒതുങ്ങുന്ന തരത്തിലേക്ക് ഈ പറയുന്ന ഇപ്പോൾ നിജേഷ് പറഞ്ഞ 3 ആളുകളിൽ പോലും അധികാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാനാവാത്ത വിധമുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരം ഒരു ബ്ലാക്ക് മാർക്ക് ആ സംഘടനയ്ക്കകത്ത് നിൽക്കുമ്പോൾ തന്നെ വന്നതാണ്, അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചൊരു കാര്യമല്ല. അതിനകത്ത് വിഷയങ്ങൾ നിരവധി ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായ അധികാരമാണ് എന്നുള്ള ഒരു വിഷയത്തിലേക്ക് കാര്യം വരുന്നു. അപ്പം നിജേഷ് പോലും മാറി നിൽക്കുന്നത് അവിടെയാണ് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് സംസാരിക്കാൻ കിട്ടുന്നൊരു സ്പേസ് എന്ന് പറയുന്നത്. അതിനും അപ്പുറത്ത് ചെയ്യേണ്ടുന്ന ആളുകളാണ് ഇത്രയും കാലം ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ലാഭങ്ങളും എല്ലാ സ്ഥാനങ്ങളും എല്ലാ ഇരിപ്പിടങ്ങളും സ്വന്തമാക്കിയവർ അതിനെ തള്ളിപ്പറയുന്നു എന്ന് പറയുന്ന അത് എത്രമാത്രം മെറിറ്റായിരിക്കും കോൺഗ്രസ്സിന്. ഞാൻ അൻവറിൻ്റെ കാര്യം എടുക്കുകയാണ്. അൻവർ എത്രയോ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി ചുരുങ്ങിയ സമയം കൊണ്ട് മാറി വന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഇത്ര പെട്ടെന്ന് ശരിയായിരിക്കാം ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനകത്ത് പോരാട്ടത്തിനകത്ത് വിജയിക്കാൻ വേണ്ടി ചിലപ്പോൾ ചില എലമെൻറ്റുകൾ നമ്മൾ ഉപയോഗിക്കുമായിരിക്കാം. പക്ഷേ ഇത് ദീർഘകാലത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാളെ അവസാനിക്കേണ്ടുന്ന ഒന്നല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളവരെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും ചർച്ചയ്ക്ക് എടുക്കുക? നമുക്ക് ഓരോന്നായി കാണാം. കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം ഉയർത്തിയതൊരു പ്രശ്നമാണ്. അത് CPM അകത്തേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു പ്രശ്നമാണ്. രക്തസാക്ഷി ഫണ്ട് അദ്ദേഹം അത് പാർട്ടിക്ക് അകത്താണ് ദീർഘകാലം ചർച്ച ചെയ്തത്. പക്ഷേ അതിനകത്ത് മറുപടി കിട്ടാതായപ്പോഴാണ് അദ്ദേഹത്തിന് പുറത്തേക്ക് വരേണ്ടി വന്നത്. അതാണ് യഥാർത്ഥത്തിൽ CPM ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ ഇപ്പോൾ ശ്രീ ഗോവിന്ദൻ്റെ ഭാര്യ മത്സരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ആന്തൂർ നഗരസഭയിലെ പ്രശ്നങ്ങളും സാജൻ്റെ ആത്മഹത്യയും ആ കാലഘട്ടം മുതൽ തളിപ്പറമ്പിനകത്ത് CPM ഒരു സ്പ്ലിറ്റ് ഉണ്ട്. പഴയ നമ്മൾ വയൽക്കിളികളുടെ സമരത്തിന് അവരെടുത്ത 2 സ്റ്റാൻഡിൽ പ്രശ്നമുണ്ട്. അതിങ്ങനെ വന്നാണ് അവസാനം ഈ ഗോവിന്ദൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയത്. അതും ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. ജി സുധാകരൻ, നമ്മൾ ജി സുധാകരൻ്റെ ഒരു കാര്യം എടുക്കാം. ഈ മിനിസ്ട്രിക്കകത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അവസാനിപ്പിച്ചതാണ്. ഇപ്പോൾ CPM മിനിസ്ട്രിക്കകത്തുള്ള മന്ത്രിമാരുടെ സെലക്ഷൻ അല്ലേ ഏറ്റവും പാളിപ്പോയത്? കേരളത്തിനകത്ത് അറിയപ്പെടുന്ന മന്ത്രിമാരാരോ ഉള്ളത്? ഏത് വിഷയത്തിലാണ്? ഒരു വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ആരോഗ്യമന്ത്രി, വൈദ്യുതി മന്ത്രി, വനം വകുപ്പ് മന്ത്രി എന്നൊക്കെ പേര് കേൾക്കുമ്പോഴേക്കും ആളുകൾ ചിരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അതല്ലായിരുന്നു ജി സുധാകരൻ്റെ കാലത്ത്. ജി സുധാകരൻ്റെ മനഃപൂർവ്വം മാറ്റി നിർത്തി. ഞാനത് ലിജു ഒരു കാലത്ത് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അത് ഇപ്പോൾ കായംകുളം സ്ഥാനാർത്ഥിയെ ലിജു ജി സുധാകരനെതിരെ നാട്ടിൽ ഇഷ്ടം പോലെ വിവാദങ്ങൾ പ്രചരിക്കുന്ന കാലം, അദ്ദേഹം ആരെയും മൈൻഡ് ചെയ്യാത്ത കാലം, IAS ചീത്ത വിളിക്കുന്ന കാലത്താണ് ഞാൻ അദ്ദേഹത്തിനെതിരെ അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ പോയത്. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ആരോടും ചിരിക്കേണ്ട, അദ്ദേഹം ആരോടും മൈൻഡ് ചെയ്യേണ്ട. പക്ഷേ ജനങ്ങളും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം വളരെ ഹാർഡാണ്, അത്രയ്ക്ക് ഡീപ്പാണ് അദ്ദേഹത്തിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞ് എനിക്ക് അദ്ദേഹം മത്സരിക്കുമ്പോൾ ഓർമ്മയുണ്ട്. അങ്ങനെ ഡീപ്പ് കണക്ഷനുള്ള ഒരു ഐക്കണാക്കി വെക്കാൻ പറ്റുന്ന ഒരാളെ ചവിട്ടി താഴ്ത്തി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് 80 വയസ്സ് 75 വയസ്സ് കഴിഞ്ഞിട്ടും ഒരിക്കലെങ്കിലും എനിക്ക് പ്രതികരിച്ചിട്ട് എൻ്റെ കാര്യം തുറന്നു പറഞ്ഞ് പോകണം എന്നുള്ള ഒരു ആത്മാംശം അദ്ദേഹത്തിനുണ്ടാവില്ലേ? അദ്ദേഹം അത് തുറന്നു MLA ആവുന്നതിനപ്പുറത്തേക്ക് തുറന്നു പറഞ്ഞു എന്ന് അല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? CPM സ്ഥിരമായ ഇപ്പോൾ TJ ആഞ്ചലോസാണ് CPIയുടെ ജില്ലാ സെക്രട്ടറി. എങ്ങനെ ആഞ്ചലോസ് ആ പാർട്ടിയിലെത്തി? ആഞ്ചലോസ് ഒരു കാലത്തെ ഏറ്റവും നല്ല MP-മാരെ നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു MP അല്ലായിരുന്നു TJ ആഞ്ചലോസ്. ഏതോ കടപ്പുറത്ത് കാറ്റ് കൊള്ളാനിരുന്നു എന്നൊരു കാരണം പറഞ്ഞ് ചവിട്ടി താഴ്ത്തി അദ്ദേഹം മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തി. CPM ഇതൊരു തുടർക്കഥയാണ്. ഇപ്പോൾ നമ്മളൊക്കെ അറിയേണ്ടത് SFIയിലൊക്കെ കത്തി നിൽക്കുന്ന പല ആളുകളെയും നമ്മൾ പിന്നീട് കാണാറില്ല. പല ആളുകളും പിന്നീട് ഈ അടുത്ത കാലത്താണ് കുറച്ചെങ്കിലും ആളുകൾ വരുന്നതല്ല, ഈ ഇലക്ഷനോടെ അതും അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ സെലക്ഷൻ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് എത്രയോ ബെറ്ററാണ്. നമുക്കൊരു 2ാം തലമുറയും 3ാം തലമുറയും 4ാം തലമുറയും വളരെ ആക്റ്റീവായ തലമുറയുണ്ട്. CPM ആ കാര്യം വരുന്നില്ല. അതുകൊണ്ട് നമ്മളെ അണികൾക്ക് പ്രശ്നമില്ല. നമ്മളെ അണികളെ സംബന്ധിച്ചിടത്തോളം കഴിവുള്ള ആളുകൾ അവർ വന്നു കഴിഞ്ഞാൽ അവരെ അംഗീകരിക്കാൻ യാതൊരു പ്രയാസവും വരില്ല. അവരെ അംഗീകരിച്ച് മുന്നോട്ട്. പിന്നെ സ്പേസ് നഷ്ടപ്പെടും എന്നുള്ളൊരു കാര്യം അത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിലൊരു തെറ്റായ ധാരണയാണ്. ഒരാൾ വന്നാൽ മറ്റൊരാളുടെ സ്പേസ് നഷ്ടപ്പെടുക എന്നൊരു കാര്യം ഇതിനകത്ത് ഒരു കാലത്തും ഇടം വിശാലമാവുകയാണ്. K. കരുണാകരനും AK ആന്റണിയും മുൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് കേരള രാഷ്ട്രീയം മുന്നോട്ട് പോയത്. അതിന് ആ രാഷ്ട്രീയമുള്ള സമയത്ത് തന്നെ എത്രയേറെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ റണ്ണിൽ ആരാദ്യം എത്തും നമുക്ക് പറയാൻ പറ്റില്ല. വയലാർ രവി ആയിരുന്നു യഥാർത്ഥത്തിൽ ഒരുപക്ഷെ നമ്മളൊക്കെ കണ്ടത് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് എത്തേണ്ടത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വയലാർ രവി ആഭ്യന്തരമന്ത്രിയാകുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ ഗ്രൂപ്പ് തരമായ മാറ്റം വരുന്നു. പിന്നീട് വയലാർ രവിയുടെ ഒരു താഴോട്ട് പോക്കാണ് നമ്മൾ കാണുന്നത്. കേരള രാഷ്ട്രീയം അങ്ങനെയല്ല
കണ്ടു പഠിക്കാൻ ആഗ്രഹിച്ച ആളുകൾ, കേരള രാഷ്ട്രീയത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആമുഖം എഴുതിയ വ്യക്തി എന്ന് നമുക്ക് വിശേഷിക്കാവുന്ന മനുഷ്യൻ വയലാർ രവിയാണ്. അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗ്രാഫിൽ എത്തേണ്ടടുത്ത് അദ്ദേഹം എത്തിയിട്ടില്ല എന്നുള്ളതല്ല നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഞാനീ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പേര്, അതുപോലെയുള്ള ആളുകളുടെ പേരൊരിക്കലും മാറ്റാൻ കഴിയില്ല. ഞാൻ പി വി അൻവർ കൂടെ സൂചിപ്പിച്ചു. പി വി അൻവർ നമ്മളൊക്കെ അറിയാവുന്നതുപോലെ അദ്ദേഹത്തിന് ചില പ്രത്യേകതകളുണ്ട്. അദ്ദേഹം നിൽക്കുന്നിടത്ത് എക്സ്ട്രീമായി നിൽക്കുക എന്നുള്ളതാണ്. അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്നു ദീർഘകാലം. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയി നിന്ന ഒരു അൻവർ ഉണ്ടായിരുന്നു മലപ്പുറം എടവണ്ണയിൽ. അന്നും അദ്ദേഹം അഗ്രസീവായ പൊളിറ്റിക്സാണ്. പിന്നീട് DIC വന്നു, DICയിലേക്ക് പോയി. പിന്നീട് DIC തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, സ്വതന്ത്രമായ നിലപാടെടുത്തു. പക്ഷെ അന്നും അദ്ദേഹത്തിൻ്റെ ഏറനാടൻ മൈൻഡുള്ള രക്തമുള്ള ഉശിരുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അന്ന് ആര്യടൻ മുഹമ്മദിനെതിരെ അദ്ദേഹത്തിന് എന്തോ ഒരു വൈകാരികമായ ഇത് വന്നു. പിന്നീട് അദ്ദേഹത്തിനെ തോൽപ്പിച്ചില്ല എങ്കിൽ പോലും അവിടെ 2 തവണ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് ഇലക്ഷൻ മാനേജ്മെൻറ്റിൽ അദ്ദേഹം വിദഗ്ധനാണ് എന്ന് നമ്മൾ അംഗീകരിച്ച മതി. ഞാൻ ബേപ്പൂർ പരിപാടിക്ക് പോയപ്പോൾ നമ്മുടെ ഒരു പാർട്ടി പ്രവർത്തകൻ ഇപ്പോൾ പറയാലോ എന്നോട് പറയുന്നത് കനകോലുവിനൊന്നും കൊണ്ടുവരേണ്ടായിരുന്നു, PV അൻവറിനെയാണ് ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായിട്ട് കൊണ്ടുവരേണ്ടത് എന്ന് ഈ അടുത്ത ദിവസം ബേപ്പൂർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ബൈ ഇലക്ഷനിൽ എല്ലാവരും തള്ളിയിട്ട് 19,000 ചില്ലാനും വോട്ട് അദ്ദേഹം പിടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മോശക്കാരനാണ് എന്ന് പറയാൻ പറ്റില്ല. അതായിരിക്കാം ഒരു പക്ഷേ എന്താണ് രാഷ്ട്രീയ. അപ്പോൾ അതിനെ ഒന്നുകൂടി അല്ല കുറച്ചുകൂടി ഓപ്പണായി പറഞ്ഞാൽ ബേപ്പൂരിൽ കോൺഗ്രസിനകത്തും ലീഗിനകത്തും ഒക്കെ സംഘടനാപരമായ പ്രശ്നങ്ങൾ ദീർഘകാലമായി നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു, ദീർഘകാലമായിട്ട്. പക്ഷേ ഈ ഇലക്ഷനിലാണ് കോൺഗ്രസും ലീഗും തമ്മിലോ ലീഗിനും കോൺഗ്രസിനും ഇടയിലോ പ്രശ്നമില്ല. സ്ഥാനാർത്ഥിയുടെ പിറകിൽ ഒറ്റക്കെട്ടായി നിന്ന ഒരു തെരഞ്ഞെടുപ്പ്. ഞാൻ ഒരുപാട് പരിപാടികൾക്ക് ബേപ്പൂരിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ തള്ളി പറയാൻ പറ്റുന്ന പൊളിറ്റിക്സ് അല്ല. പിന്നെ പരിവർത്തനം, ഒരല്പമൊക്കെ പരിവർത്തനം ശ്രീ PV അൻവറിനും സംഭവിക്കുമെന്നുള്ള ഒരു വ്യക്തിപരമായ വിശ്വാസം കൂടി ഞാൻ പങ്കുവെക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ എത്ര നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ഏകദേശം കണക്ക്? പ്രത്യേകിച്ച് കണക്കിലും കാര്യങ്ങളിലൊക്കെ കൃത്യമായി നോക്കുന്ന ഒരാളാണ്. 3 ഇരട്ടിയിലധികം ഉണ്ടാവും. 3 ഇരട്ടിയിലധികം ഒരു 8 സീറ്റ് 7+ എന്തായാലും കിട്ടും. 7+ എന്തായാലും എന്നുള്ളതാണ് കാൽക്കുലേഷൻ. ശരിക്ക് നമുക്ക് ഇനി 4 ശേഷം പറയാം. അതുകൊണ്ട് കൂടുതൽ 7+ ആണ്. 7+ ആണ്. 13 കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് എത്രത്തോളം എൻഗേജ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പെട്ടെന്ന് വന്ന ഇലക്ഷൻ ഒരുപക്ഷെ അതിന് വിഘാതമായിട്ടുണ്ടാവാം. ഒന്നിനും ലീഡർഷിപ്പിന് പോലും ഒരു സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ ചർച്ചകളൊന്നും ആവശ്യാനുസരണം എത്താതിരിക്കാനും ഒക്കെ അത് കാരണമായിട്ടുണ്ടാവും. അതുപോലെ ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾക്ക് പ്രചരിപ്പിക്കാൻ ആവശ്യമായ ഒരു സമയം കിട്ടില്ല. CPMൻ്റെ സ്ഥാനാർത്ഥികൾ നേരത്തെ എല്ലാവരും തന്നെ പഴയ ആളുകളാണ്, അറിയപ്പെടുന്ന സ്ഥാനാർത്ഥികളാണ്, മുൻ MLA മാരാണ് മിക്കയിടത്തും മത്സരിച്ചത്. മിക്കയിടത്തുമല്ല, എനിക്ക് തോന്നുന്നത് വടകര ഒഴികെ ബാക്കി എല്ലായിടത്തും. വടകരയിൽ മാത്രമാണ് അത് MK ഭാസ്കരൻ എന്ന കാൻഡിഡേറ്റും അപരിചിതനല്ല, അദ്ദേഹം സുപരിചിതനായ ആളാണ്. അപ്പോൾ അത് ബാക്കി എല്ലായിടത്തും CPM മുൻ MLA മാരെയാണ് പരീക്ഷിച്ചത്. അതുകൊണ്ട് അവർക്ക് ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. ഈ കോഴിക്കോട് ജില്ലയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും ഒപ്പം അല്ലെങ്കിൽ സംഘടനയ്ക്കകത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും നിജേഷ് മുന്നോട്ട് വെച്ച മുഴുവൻ കാര്യങ്ങളും ഏകദേശം ഒരു ഇലക്ഷന് ശേഷം പരിഗണിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും അത് തികച്ചും സംഘടനയ്ക്കകത്ത് ചർച്ച ചെയ്ത് ഒരു മേശയ്ക്കപ്പുറത്തും ചർച്ച ചെയ്യേണ്ടതും ഗുണപരമായി അവസാനിക്കേണ്ടതും. അത് വ്യക്തിപരമല്ല ഏതെങ്കിലും വ്യക്തിയെ നാളെ മാറ്റി നിർത്തി പോവുക എന്നുള്ളതാണ്. കേന്ദ്ര നേതൃത്വത്തിൽ ആരെങ്കിലും സംസാരിക്കുക? തീർച്ചയായിട്ടും സംസാരിച്ചു. ഏതായാലും നിജേഷിനെ പോലെ ഉള്ള ഒരാളെ പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് ആവശ്യമാണ്. കാര്യം ആത്മാർത്ഥത, ഈ പറഞ്ഞ പോലെ തന്നെ അതൊരു ദീർഘനാള പ്രോസസ്സാണ് എന്നുള്ള തിരിച്ചറിവ്, ഇതൊക്കെയുള്ള ഒരാളെ കൂടെ നമുക്ക് എന്താ പറയുക രാഷ്ട്രീയത്തിൽ നിന്ന് മിസ് ചെയ്യരുത്. എന്തായാലും എനിവേ ഓൾ ദി ബെസ്റ്റ്.